26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി +1 പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. 2 തവണ നീട്ടിവെച്ച ശേഷമാണ് പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് 5 മുതൽ 27 വരെയായിരുന്നു കേരളത്തിൽ +1 പരീക്ഷകൾ നടന്നത്. ഗൾഫിലും ഇതേ സമയത്തായിരുന്നു പരീക്ഷകൾ നിശ്ചയിച്ചതെങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഈ കേന്ദ്രങ്ങളിലെ പരീക്ഷകൾ നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾ. അതെ, ഈ വർഷത്തെ +1 പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. 2 തവണ നീട്ടിവെച്ച ശേഷമാണ് ഇപ്പോൾ പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ടുകൾ വിവിധ വെബ്സൈറ്റുകളിൽ ലഭ്യമായിരിക്കാം. ആദ്യം ജൂൺ 10-നും പിന്നീട് ജൂലൈ 15-നുമായിരുന്നു ഫലം പ്രഖ്യാപിക്കുമെന്ന് നിശ്ചയിച്ചത്. പിന്നീട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നീട്ടുകയായിരുന്നു. കേരളത്തിൽ +1 പരീക്ഷകൾ നടന്നത് മാർച്ച് 5 മുതൽ 27 വരെയായിരുന്നു. ഗൾഫിലും ഇതേ സമയത്തായിരുന്നു പരീക്ഷകൾ. പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിലെ പരീക്ഷകൾ നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പ്രത്യേകമായി നടത്തിയ പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇക്കുറി 4,11,025 കുട്ടികളാണ് +1 പരീക്ഷ എഴുതിയത്. ഇംപ്രൂവ്മെന്റ് പരീക്ഷ 3,41,222 കുട്ടികളും എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ആകെ 1984 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗൾഫ് മേഖലയിൽ 7 കേന്ദ്രങ്ങളും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. മാഹിലാകട്ടെ 2 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം 26,829 വിദ്യാർത്ഥികളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +1 പരീക്ഷ എഴുതിയത്. 26,826 കുട്ടികൾ 2ാം വർഷം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി 389 കേന്ദ്രങ്ങളായിരുന്നു ഒരുക്കിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിനായി 8 കേന്ദ്രങ്ങളാണുള്ളത്. 3700 അധ്യാപകരെയാണ് പരീക്ഷാ ചുമതലകൾക്കായി വിന്യസിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.